ഓക്കെ ഗൈസ്, നമുക്കിന്ന് ഞാൻ ഗായത്രിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്. അതും മനോഹരമായ ഒരു ചായ. ഓക്കെ, നമുക്ക് ആദ്യം പാല് വേണം. പാലൊക്കെ കുറച്ച് മറ്റേ പാക്കറ്റ് ഉണ്ട്, നമ്മൾ ബാക്കിയാണെങ്കിൽ പുറത്തു പോയി. ഓക്കെ, നമ്മൾ 1 കപ്പ് പാലിടുക, ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുക്കാം അച്ഛമ്മയ്ക്ക് അമ്മയ്ക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മോളിടുക. നമ്മൾ ഇതും ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി 1 ഗ്ലാസ് വെള്ളം. നമ്മൾ 2 ഗ്ലാസ് പാൽ 1 ഗ്ലാസ് വെള്ളം. ഓക്കെ, എല്ലാവരും കണ്ടുപിടിച്ചോ, വീട്ടിൽ മര്യാദയ്ക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കും. ഓക്കെ, ഇനി എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇഞ്ചി. അപ്പോൾ ഞാൻ ഇത്രയും 3 പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും 3 പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഒരു വരപ്പിൻ്റെ എത്രയൊക്കെ ഉണ്ട്. ഓക്കെ, അത്ര പോകുന്നത്. ഇത് 3 ഗ്ലാസ്സിനാണ് എടുക്കുന്നത്. അധികം ഇഞ്ചി കഴിഞ്ഞാൽ ഭയങ്കര ഇഞ്ചിയുടെ കുത്തായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇഞ്ചിനെ ഇങ്ങനെ ചപ്പാത്തിയാക്കി എടുത്തേക്കാണ്. ചപ്പാത്തിയല്ല, ചതച്ചെടുത്തേക്കാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചായ ഉണ്ടാക്കണൊക്കെ മുന്നേ പഞ്ചസാര ഇടും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാനിങ്ങനെ ഇടാറുണ്ട്. 1 3 ഗ്ലാസ്സാണ്. 2 3 പിന്നെ ഒരു ഹാഫ്. ഓക്കെ 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 നമ്മളിപ്പോൾ അത് എന്താ പറയുക, സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കിടന്ന് തിളച്ച് വരുമ്പോൾ മക്കളെ ഒരു അടിപൊളി സ്മെല്ല് വരും. ഓ മൈ ഗോഡ്, നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇപ്പോഴും സ്മെല്ല് യെസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിരിക്കുകയാണ്. പാല് നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്ന കണ്ണിൽ എങ്ങനെ നന്നായി തിളക്കണത്. നന്നായി തിളച്ച് വരുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും കടുപ്പം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കടുപ്പം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, ഒരു 4 സ്പൂൺ എടുക്കട്ടെ. ഇനി ചായപ്പൊടി ഇത്ര കൂടുതലിട്ടതൊന്നും പറയരുത്. ചായപ്പൊടി കൂടുതലിടുന്നതിൻ്റെ കാര്യം ഇതാണ്, നല്ല അടിപൊളി. എന്തിട്ട് കാണിക്കണേ? അപ്പോൾ ഗൈസ് കണ്ട, ഇങ്ങനെ തിളച്ച് സൊസൈറ്റി ചായപ്പൊടി ഉപയോഗിക്കും. ഇതാണ് അപ്പോൾ നമ്മുടെ ചായ ഇങ്ങനെ കളർ വരും. ഇത് കുറച്ചും കൂടി സൊസൈറ്റി ചായപ്പൊടി റെഡ് ലേബിൾ വാങ്ങുന്നത് സൊസൈറ്റിയുടെ ചായപ്പൊടി വയമോളിൽ ലഭ്യമായിരിക്കുന്നതായിരിക്കും സൊസൈറ്റി ചായപ്പൊടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ചായ നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിയുന്നതാണ്. നമുക്ക് പിന്നെ അതെടുത്തിട്ട് എന്താ പറയുക, ഈ സംഭവം ചെയ്യാനേ നോക്കാം. കണ്ടു ഗൈസ്, കാണുന്നുണ്ടോ ഗൈസ്? എൻ്റെ പിന്നെ എത്ര നാളായി ഗൈസ് നമ്മൾ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ തിളച്ച ചായനെടുത്തു. ഇനി നമുക്കിതിനെ എന്താ പറയുക, സ്ട്രെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് ആക്കാം. ഇതാണ് ആറ്റാട്ടോ, ആറ്റെന്ന് പറയും. നല്ല അടിപൊളിയായിട്ട് ആറ്റം. നൈസായിട്ട് പുറത്തൊക്കെ പോകും ഗൈസ്, നോക്കി ചെയ്യാം. കൈയൊന്നും പൊളിക്കണ്ട. കണ്ട, ഫിൽറ്റർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ചായയുടെ രൂപം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ സംഭവം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ വെറുതെ. ഓക്കെ, നമുക്ക് ഗ്ലാസ്സൊക്കെ എടുത്ത് ഇനി നമ്മുടെ ചായനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,